ഹലോ, ഇന്ന് നമുക്ക് ഒരു ടോപ്പും ഒരു പാൻറ്റും നമുക്ക് തയ്ക്കാനുണ്ട് കേട്ടോ. അതായത് കസ്റ്റമർ മെറ്റീരിയൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരെണ്ണം അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസത്തെ സാവകാശം ഇല്ല. അപ്പം തലേദിവസം കേട്ടോ ഞാനിത് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് തലേദിവസമായിരുന്നു കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സോ പിറ്റേ ദിവസമാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അളവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അളവ് നോക്കി ഞാനിങ്ങനെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലായിരുന്നേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഞാൻ ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പം അവരിപ്പോൾ പറഞ്ഞു ലൈനിങ്ങിൻ്റെ കാര്യം. ലൈനിങ് ആണെങ്കിൽ കോട്ടൺ മതിയെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും കോട്ടൺ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കോട്ടൺ എടുത്തപ്പം അവർ പറഞ്ഞു ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ വെച്ചാൽ ചേരില്ല, അതിന് അല്ലാത്ത നമ്മൾ ഈ പാൻറ്റിനൊക്കെ തയ്ക്കുന്ന ടൈപ്പ് തുണിയുണ്ടല്ലോ, ആ ഒരു തുണിയെ ലൈനിങ്ങായിട്ട് എടുത്താലേ ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിത് നനച്ച് കഴിയുമ്പം കോട്ടൺ അങ്ങ് ലൈനിങ് അങ്ങ് ചുരുങ്ങും. അപ്പം ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു മെയിൻ പാർട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലബ്ലാന്ന് കിടക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എന്നാൽ ശരി, എന്തായാലും നമ്മൾ തയ്ച്ച് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് വേണമല്ലോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം കസ്റ്റമറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കസ്റ്റമറിനോട് ചോദിച്ചില്ല. ഞാൻ പിന്നെ അങ്ങ് മറ്റേ ലൈനിങ് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയാലോ പിന്നെ നമുക്കിത് ഇടാനും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്ത് നമ്മൾ അളവെടുത്തിട്ട് അളവിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ എല്ലാം ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അളന്നെടുക്കില്ലേ, ബോഡി മെഷർമെൻറ്റ് എടുക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അളവ് കിട്ടിയാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലാതെ തയ്ച്ചു കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കിതാണ് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം നെക്കും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ബാക്കും ഫ്രണ്ടും. അപ്പം അതും ഒന്ന് തിരിച്ചിട്ട്, അതായത് അടിയിലത്തെ ബാക്കിലെ പാർട്ട് മാറ്റിയിട്ടാണ് നമ്മളിവിടെ വെട്ടിയെടുക്കുന്നത്. ഒരുമിച്ചിട്ട് വെട്ടാനേ പാടില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തയ്യൽ തുമ്പിടാതെ ഒരു കാര്യവും നടക്കത്തില്ല ഈ തുണിയിൽ. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ കട്ടിങ് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പിട്ട് കൊടുത്തേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. കാരണം കേക്ക് പോലെ അല്ല തുണി ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കി എടുക്കാൻ നമുക്ക് പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ വെച്ച് ചേർക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ടാട്ടോ ഞാൻ വെട്ടിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നല്ല ശ്രദ്ധ വേണ്ട ഒരു കാര്യമാട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. നന്നായിട്ട് പണിയുണ്ട്, നമുക്ക് നന്നായിട്ട് ടൈമും എടുക്കും കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സ് കസ്റ്റമർ ഈവനിങ് വേണമെന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തലേദിവസം കല്യാണം, അപ്പം പിറ്റേ ദിവസം ഈവനിങ് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനിത് അച്ഛനെ വിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് വിടുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ. അപ്പം ഈ ഒരു വർക്ക് തീർന്നപ്പം തന്നെ രാത്രി 11:30 12 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രയൽ നോക്കാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ നന്നായിട്ടുണ്ട്, ഒരിത്തിരി ചേച്ചിക്ക് ലൂസായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചേച്ചി തന്നെ ഷേപ്പ് അടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ടക്ക് പിടിച്ച് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്രയൽ നോക്കാഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.